ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ ശ്ലോകം ഗുണദോഷ വിശിഷ്ടേസ്മിൻ സ്വഭാവേന വിലക്ഷണേ സർവത്ര സമദർശിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം. അതാണ് നമ്മൾ നോക്കിയത്. എപ്പോഴും സമദർശിത്വത്തിലായിരിക്കും. സർവത്ര സമദർശിത്വം, എല്ലാത്തിനെയും സമമായി കാണാൻ ഉള്ള കഴിവുണ്ടായിരിക്കും. അതൊരു ലക്ഷണമാണ് ജീവൻ മുക്തന്റെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് സമദർശിത്വം എന്നതിനെ ശങ്കരാചാര്യസ്വാമികള് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാണ്. എന്താണ് ഈ സമദർശിത്വം? നമ്മൾക്കത് വിശദമാക്കിയാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. സമദർശിത്വം എങ്ങനെയാണ് ആ സമദർശിത്വം നേടേണ്ടത് എന്നുള്ളതിനെയാണ് അടുത്ത ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നത്. ഇഷ്ടാനിഷ്ടാർത്ഥ സംപ്രാപ്തൗ ഇഷ്ടാനിഷ്ടാർത്ഥ സംപ്രാപ്തൗ സമദർശിതയാത്മനി സമദർശിതയാത്മനി ഉഭയത്രാധികാരിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം. ഇഷ്ടാനിഷ്ടാർത്ഥ സംപ്രാപ്തൗ സമദർശിതയാത്മനി ഉഭയത്രാധികാരിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം. ചെറിയ ശ്ലോകമാണ്, നോക്കാം. സമദർശനത്തിന്റെ താല്പര്യം എന്ത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നു. ഈ സമദർശിത്വം എന്നുള്ളത് നമ്മൾ നേടേണ്ടതാണ്. അതേസമയം വളരെ സൂക്ഷ്മമായി അതിനെ മനസ്സിലാക്കിയാലേ അത് പ്രാക്ടിക്കലി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലിക്കബിൾ ആക്കാൻ പറ്റുള്ളൂ. അത് അപ്ലിക്കബിൾ ആക്കിയാലേ ജീവിതത്തിന്റെ അന്തിമലക്ഷ്യമായ മോക്ഷം എന്നത് കൈവരുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ സമദർശിത്വം ഉണ്ടാകണം. അപ്പോ അതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. സമദർശിത്വം ഇല്ലാതെ കണ്ട് മോക്ഷപ്രാപ്തി നടക്കില്ല. അപ്പൊ എന്താണ് സമദർശിത്വം? ജീവൻ മുക്തൻ എല്ലാത്തിനോടും സമമായി, എല്ലാത്തിനെയും സമമായി കാണുന്നു, എല്ലാവരോടും സമമായി പെരുമാറുന്നു എന്ന് പറയുമ്പോ നമ്മള് എന്താ വിചാരിക്കുക? ഇദ്ദേഹം എല്ലാവരോടും സമമായി ഇടപഴകും എന്നാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കുക. എല്ലാവരോടും സമമായി പെരുമാറും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരോടും വളരെ ഒരേ രീതിയിലായിരിക്കും ഇടപഴകുന്ന, ഒരു വ്യത്യാസവും കാണില്ല എന്നാണ് നമ്മൾ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് തോന്നുക. ഒരേപോലെ എല്ലാവരോടും എന്ന് അങ്ങനെ സാധിക്കുമോ ആർക്കെങ്കിലും? ഒരേപോലെ എല്ലാവരോടും പറ്റില്ല. ഇവിടെ അങ്ങനെ പറയുന്നുമില്ല. അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അങ്ങനെ അത് പറയുന്നില്ല. എല്ലാവരോടും സമദൃഷ്ടി മാത്രമാണ്, പെരുമാറ്റമല്ല. എല്ലാവരോടുമുള്ള ദൃഷ്ടി സമദൃഷ്ടി, പെരുമാറ്റത്തിനെ അല്ല ഇവിടെ പറയുന്നത്. എല്ലാവരോടും ഒരേപോലെ പെരുമാറും എന്നല്ല അതിന്റെ സാരം. സമദർശിത്വം എന്നാൽ സമദൃഷ്ടി, എല്ലാവരെയും ഒരുപോലെ കാണുക. അത് പുറത്തുള്ള കാണലല്ല, ആന്തരികമായിട്ടുള്ള കാണലാണ്. മറ്റുള്ളവർ നമ്മോട് പെരുമാറുന്നതിന്റെ രീതി നോക്കിയാണ് തിരിച്ചു പെരുമാറേണ്ടത്, അല്ലാതെ പെരുമാറാൻ പറ്റില്ല. ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു നോക്കിയിട്ടല്ലാതെ പെരുമാറാൻ പറ്റുമോ? പറ്റില്ല. അത് സാമാന്യ നിയമമാണ്. ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ച് വേണം അങ്ങോട്ടും പെരുമാറാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധങ്ങളായി മാറും. നമ്മളെ ഇഷ്ടമല്ലാത്തവരോട് നമുക്ക് ഇടപഴകാൻ പറ്റുമോ? നമ്മളെ തീർത്തും ഇഷ്ടമല്ലാത്ത ഒരാള്, നമ്മുടെ നാശം നോക്കുന്ന ഒരാള്, നമ്മളെ ഉപദ്രവിക്കാൻ നോക്കുന്ന ഒരാള്, നമ്മളോട് വെറുത്തിരിക്കുന്ന ഒരാള്, അങ്ങനെയൊക്കെയുള്ളവരോട് ഇടപെടാൻ പറ്റുമോ? അപ്പൊ ഒന്നുകൂടെ അവർക്ക് ക്രോധം കൂടുകയുള്ളൂ. അവരെ നമ്മളൊട്ടും വില കൽപ്പിക്കുന്നില്ല. അവർ നമ്മളോട് ദേഷ്യപ്പെടുന്നവരായിട്ട് പോലും അവർ ചെല്ലുമ്പോൾ അവർ വിചാരിക്കും ഒന്നുകൂടെ ദേഷ്യം കൂട്ടാനായിട്ട് ചെല്ലുന്നതെന്ന് വിചാരിക്കും. മാത്രമല്ല പലവിധത്തിലുള്ള അപകടങ്ങളും അതുകൊണ്ട് സംഭവിക്കാം. അപ്പൊ അങ്ങനെ പെരുമാറാൻ പറ്റില്ല. ഇപ്പൊ ജീവൻ മുക്തനാണെന്ന് പറഞ്ഞ് ആൾക്കാർക്ക് അറിയില്ലല്ലോ ജീവൻ മുക്തനാണോ അല്ലയോ എന്ന്. അപ്പൊ അവര് ഇങ്ങോട്ട് പല രീതിയിൽ പെരുമാറും, ഇല്ലേ? ഇപ്പൊ സന്യാസിമാര് ജീവൻ മുക്തരായവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരെ സ്നേഹിക്കുന്നവരുണ്ട്, അവരെ ഗുരുവായി കാണുന്നവരുണ്ട്, അവരെ വെറുക്കുന്നവരുണ്ട്, അവരെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവരുടെ മഹത്വം മനസ്സിലാക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ.
അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണോ കൂടുതലായിരിക്കും, ഇഷ്ടപ്പെടാത്തവരാണോ? ഇഷ്ടപ്പെടാത്തവരായിരിക്കും. എപ്പോഴും ഇങ്ങനെയുള്ള ആത്മീയ ഗുരുക്കന്മാരെ ഇഷ്ടപ്പെടുന്നവർ വളരെ കുറവും ഇഷ്ടപ്പെടാത്തവർ വളരെ കൂടുതലുമായിരിക്കും. ഇത് ജാടയാണെന്ന് പറയും, കള്ളസന്യാസിയാണെന്ന് പറയും, അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എല്ലാവരോടും ഒടപോലെ പെരുമാറാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ സമദർശിത്വം, സമദൃഷ്ടി എന്നാണ് പറയുന്നത്. ഇഷ്ടമില്ലാത്തവരോട് നമ്മൾ ഇടപഴകാൻ പാടില്ല. അത് നമ്മുടെ വളർച്ചയെ തന്നെ ബാധിക്കും. നമ്മളിൽ ഇല്ലാത്ത ക്രോധമൊക്കെ ജനിക്കും. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും പാടില്ല. താല്പര്യമുള്ളവരോട് ഇടപെടണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആത്മീയമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? താല്പര്യമുള്ളവരോട് മാത്രമേ ഈ വക കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം എന്നുള്ള ഒരു ധാരണയിൽ ചുമ്മാ കയറി ഓരോരുത്തരോട് പ്രസംഗിക്കുക, അങ്ങനെയുണ്ട്. കുറച്ച് ആത്മീയത പഠിച്ച ആൾക്കാരെ നമുക്ക് നോക്കിയാൽ കാണാം, എവിടെയെങ്കിലും കുറച്ച് ദിവസം കുറച്ച് ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ഭാഗവതമോ 1-2 അധ്യായമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാരായണീയം ഒക്കെ കുറച്ച് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഉടനെ ഗുരുവാവുകയാണ്. എല്ലാവരോടും ഇത് വിളമ്പുന്ന പരിപാടിയാണ്. പക്ഷേ അതിനകത്തെ കഴിഞ്ഞ ദിവസം ഒരു ഗുരു അത് പറഞ്ഞു. ഒരു വലിയൊരു ആളോട്, ഒരു ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, ഞാൻ കഴിഞ്ഞ 16 വർഷമായിട്ട് ഭഗവത്ഗീത ദിവസവും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഭാഗവതം ആഴ്ചയിൽ 2 പ്രാവശ്യം 2 ദിവസം വായിക്കും. അങ്ങനെ അതും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തപസ്യയാണ്. പിന്നെ നാമജപവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ടും എൻ്റെ ശരീരബോധം, അതായത് അഹങ്കാരം, ഞാൻ ഈ ശരീരമാണെന്നുള്ള വിചാരം, എൻ്റെ എന്നുള്ള മമകാരം, ഇതൊന്നും എന്നെ വിട്ടു പോകുന്നില്ലല്ലോ എന്ന് ആ ഗുരുവിനോട് ചോദിക്കുകയുണ്ടായി. ഗുരു പറഞ്ഞ മറുപടി വളരെ രസകരമായിരുന്നു. നിങ്ങൾ 16 വർഷമായി ഭഗവത്ഗീത വായിക്കുന്നു, എല്ലാം ബൈഹാർട്ടാണ്, ക്ലാസ്സുകളും എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിനകത്ത് ഏതെങ്കിലും ഒരു ശ്ലോകം, എല്ലാ ശ്ലോകവും അതിനകത്ത് വിലപ്പെട്ടതാണ്. എന്താ? ഉപനിഷത്ത് സാരമാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത. ഉപനിഷത്ത് സാരം. ഇപ്പൊ തന്നെ എത്രമാത്രം കാര്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കി അറിയാം. ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീതയൊക്കെ പഠിക്കേണ്ടത് ഉപനിഷത്തൊക്കെ പഠിച്ച ശേഷമാണ്. സാരം മാത്രമാണ് അവിടെ വരുന്നത്. അത്രയും കട്ടിയാണ് ഭഗവത്ഗീത. പക്ഷെ ആൾക്കാർ ഇപ്പൊ ഒരു ഫാഷനായിട്ട് എടുത്തിരിക്കുക, ഭഗവത്ഗീത പഠിക്കുക. ഞാൻ ഭഗവത്ഗീതയ്ക്ക് പോകുന്നുണ്ട്, ഭഗവത്ഗീത കോഴ്സ് 1, കോഴ്സ് 2, കോഴ്സ് 3, ഇങ്ങനെയൊക്കെ പോയി ഭഗവത്ഗീത പഠിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ആയിരിക്കുക. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, അതിനകത്തെ ഏതെങ്കിലും ഒരു വരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ, അതായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പ്രാവർത്തികമാക്കാൻ മെനക്കെട്ടിട്ടുണ്ടോ? ഇനി അങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടുണ്ടോ? അനുഭവത്തിൽ അത് വന്നിട്ടുണ്ടോ? നിറയെ ശ്ലോകങ്ങളുണ്ടല്ലോ. അപ്പോ അതിലേതെങ്കിലും, എല്ലാം അതിഗംഭീര ശ്ലോകങ്ങളാണ്. ഭഗവത്ഗീതയിൽ ഒന്നുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വലുത് ഏത് ചെറുതെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അതുമാതിരിയാണ് ഇരിക്കുന്നത്. അപ്പോ അതിലേതെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയോ ഇത്രയും വർഷം ഇത് വായിച്ചിട്ട് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് മറുപടി ഇല്ലായിരുന്നു പറയാൻ. അപ്പൊ പറഞ്ഞു, എന്നൊരിക്കൽ നിങ്ങൾ അതിനകത്തെ ഒരു ശ്ലോകമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചു മുന്നേറുമോ, അപ്പൊ തൊട്ട് നിങ്ങൾ ശരിയായിട്ടുള്ളൊരു ആത്മീയ പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. മെല്ലെ മെല്ലെ ഈ ശരീരം എന്താണോ നിങ്ങൾ, അതായത് ശരീരബോധമൊക്കെ ഇല്ലാണ്ടാവുക എന്ന് പറയൊക്കെ എളുപ്പമൊന്നുമല്ല. അപ്പോ ആ എല്ലാത്തിനോടുമുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് ഒക്കെ വരണമെങ്കിൽ പതുക്കെ ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് വന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ചുമ്മാ വായിച്ചു, 15 കൊല്ലം വായിച്ചു, 25 കൊല്ലം വായിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതെവിടെയാണോ നമ്മൾ ചെറിയ ഒരു പദം പോലും നമ്മൾ പ്രാക്ടിക്കലി ജീവിതത്തിൽ അപ്ലിക്കബിൾ ആക്കി നോക്കുന്നത്, അവിടെയാണ് വിജയം. അല്ലാതെ വിജയം ഉണ്ടാവില്ല. എന്നാൽ വായിച്ച ഗുണമില്ലെന്ന് വെച്ചാൽ ഗുണമുണ്ടാവും. നമുക്ക് വഴികൾ തുറന്നു വരും, ഗുരുവിനെ കിട്ടും, നല്ല ഉപദേശങ്ങൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും, ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. പക്ഷെ ജ്ഞാനത്തിലേക്ക് വരണമെങ്കിൽ, ജ്ഞാനം എന്നതിലേക്ക്, ഇതൊക്കെ വഴികളാണ്, എല്ലാ വഴികളും തുറന്നു വരും. പക്ഷേ അതിൻ്റെ അന്തിമമായ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? പ്രാക്ടിക്കലി ഇത് കൊണ്ടുവന്നാലേ. എത്ര പുസ്തകം വായിച്ചാലും കാര്യമില്ല. അത് ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ അപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ടോ? നമ്മളും ചിന്തിക്കേണ്ടത്, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഇത്രയൊക്കെ പഠിക്കുന്നു, കുറെ പഠിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട്, എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയോ? നമ്മളൊന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം. ഏതെങ്കിലും കാര്യം ഒന്നിലെ മിതത്വം നമുക്ക് സാധിച്ചോ?
ആഗ്രഹങ്ങളെ ഒന്ന് കുറയ്ക്കാൻ സാധിച്ചുവോ? സറണ്ടർ ചെയ്യാൻ പറ്റിയോ ഭഗവാന്റെ മുമ്പിൽ? എല്ലാം ഇനിയെങ്കിലും എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞൊരു സറണ്ടർ ചെയ്യാൻ സാധിച്ചുവോ? ഏതെങ്കിലും കാര്യങ്ങളിൽ നിന്ന് എന്റേത് എന്നുള്ള മമകാരത്തെ മാറ്റാൻ നമുക്ക് സാധിച്ചോ? ഇതൊക്കെ ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ ശരീരം വിട്ടു പോകരുത്. ശരീരം വിടുന്നതിന് മുമ്പേ ഇതെല്ലാം സമ്പാദിച്ചിരിക്കാം. ഒന്ന്, ടോട്ടൽ സറണ്ടർ. ഭഗവാനില് എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യാൻ സാധിക്കണം. എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതം ഇനി ഈശ്വരന്റെ കയ്യിലാണ്. ഈശ്വരൻ എന്നെ നയിക്കട്ടെ എന്നൊരു ടോട്ടൽ സറണ്ടർ. എൻ്റെ ബുദ്ധി ഞാൻ ഇനി ഇവിടെ പ്രയോഗിക്കാനുള്ളതല്ല. എൻ്റെ ബുദ്ധി ഈശ്വരനെ അറിയാനുള്ളതാണ്. ഈശ്വരനിലേക്ക് എത്തലാണ് എൻ്റെ പ്രയാണത്തിന്റെ അവസാനം. അതിലേക്ക് എനിക്ക് സാധിക്കണം. അങ്ങനെ അതേമാതിരി എൻ്റെ എന്നുള്ള വിചാരങ്ങൾ ഞാൻ ഇതാ എടുത്തു കളയുന്നു. ഇതൊന്നും എൻ്റേതല്ല. അതിന് കഴിഞ്ഞ ദിവസം ആചാര്യസ്വാമി പറഞ്ഞു തന്നു, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം ഈശ്വരൻ്റെതാണ്. ഞാൻ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ, ഗർഭത്തിൽ ഞാനൊരു ബീജമായിട്ട് പ്രവേശിച്ച് ഗർഭത്തിലിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നല്ലോ. പുറത്തേക്ക് വന്ന ഉടനെ ഞാൻ കരഞ്ഞപ്പോൾ എനിക്ക് ആരാണ് പാല് തന്നത്? അതും ഭഗവാനല്ലേ. അപ്പൊ വിശപ്പോട് കൂടിയാണ് ഞാൻ വന്നത്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നീ വിശപ്പ് മാറിയിട്ടാണെന്ന് പോലും പറയാൻ പറ്റില്ല. വിശപ്പോട് കൂടിയിട്ടാണ് ഞാൻ പുറത്തു വന്നത്. എൻ്റെ കയ്യിൽ യാതൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ വന്നത്. ഇന്ന് ഞാൻ ഇരിക്കുന്നത്, എൻ്റെ കയ്യിലുള്ളതെല്ലാം ഈശ്വരൻ തന്നതാണ്, ഒരു സംശയമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നതോ, ഞാൻ സമ്പാദിച്ചു, ഞാൻ പഠിച്ചു, ഞാൻ അത് ചെയ്തു, ഞാൻ ഈ ജോലി ചെയ്തു, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ രാപ്പകലില്ലാതെ പണിതു, ഞാൻ ഇതെല്ലാം സമ്പാദിച്ചു, ഇതെല്ലാം എൻ്റേതാണ്. ഇങ്ങനെ വിചാരിച്ച് ശരീരം പോയാൽ വീണ്ടും ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. ഇതോടുകൂടി ഇപ്പൊ നമ്മൾ ഇനി മരിക്കാൻ പോകുന്നത് എന്തായിരിക്കണം? നമ്മുടെ അവസാനത്തെ മരണമായിരിക്കണം. ഇനി നമ്മൾ ഈ കേൾക്കുന്നവരെ, ഇതിനകത്തിരുന്ന് നമ്മൾ ശ്രവിക്കുന്നവരെ, നമ്മുടെ ഈ വിവേക ചൂടാമണി പഠിക്കുന്നവരെ, അവരുടെയൊക്കെ ഈ ജന്മത്തിലെ മരണം അവസാന മരണമായിരിക്കണം. അതെങ്ങനെയാ അവസാനമാകുക? ഇനി ജന്മമില്ലാതിരുന്ന പിന്നെ മരണമില്ലല്ലോ. ജനനം വന്നാലല്ലേ മരണമുള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇനി ജനിക്കാതിരിക്കുക. അതായത് ഈ മരണം അവസാന മരണമായിരിക്കണം. ഇത് അവസാനമാവണമെങ്കിൽ എന്ത് വേണം? എങ്ങനെയാണോ ഇവിടെ വന്നേ അതിൽ കുറച്ചുകൂടെ ഫൈനായിട്ട് തിരിച്ചു പോകണം. കാരണം അതെങ്ങനെയാ പറ്റുക? ഇങ്ങോട്ട് വന്നത് പാപപുണ്യങ്ങളുടെ ഏതാണ്ട് സമമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിനി നമ്മൾ വിശദമായിട്ട് പഠിക്കും. നേരത്തെ പഠിച്ചു കുറെ. ഇനിയും ആചാര്യസ്വാമി ഇനിയും പറയുന്നുണ്ട്. പാപപുണ്യങ്ങളുടെ ഏതാണ്ട് സന്തുലിത അവസ്ഥയിലാണ്, ഒരേപോലെയുള്ള അവസ്ഥയിലാണ് മനുഷ്യജന്മം കിട്ടുന്നത് എന്ന് പറഞ്ഞു. പാപം കൂടിയാൽ മൃഗമോ മരമോ ഒക്കെ ആകാം. പുണ്യം ഒരുപാട് കൂടുതലാണെങ്കിൽ ദേവന്മാരാകാം. അപ്പൊ അതൊന്നുമല്ല. മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് മനുഷ്യന് ചോയ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. ഏത് വഴിയിൽ കൂടെ പോകണം, പ്രാരബ്ധമുണ്ടെങ്കിലും ചോയ്സ് ഉണ്ട്. അപ്പോ മമകാരം, എന്റേത് എന്നുള്ള വിചാരത്തെ ഒഴിവാക്കുക. ഞാൻ എന്നുള്ളത് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ ആത്മാ എന്ന് തിരിച്ചറിയാൻ എളുപ്പമല്ല. അപ്പൊ ആദ്യം വേണ്ടത് എന്റേത് എന്നതിനെ ഉപേക്ഷിക്കുക. എന്റേത് എന്നതിനെ ഉപേക്ഷിച്ച് കഴിയുമ്പോ പിന്നെ ഞാൻ മാത്രമേ അവിടെ അവശേഷിക്കുള്ളൂ. എന്റേതായിട്ടൊന്നുമില്ല, പിന്നെ ഞാനേ ഉള്ളൂ. ആ ഞാൻ മാത്രമാകുമ്പോൾ അതിനെ ഒന്നുകൂടെ നന്നായിട്ട് പഠിച്ച്, വിവേക ചൂടാമണി വീണ്ടും തുടക്കം തൊട്ട് പഠിച്ച് ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് വരുമ്പോ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ പറഞ്ഞു വന്നത്, ഓരോ വ്യക്തിയോടും അവർ അർഹിക്കുന്ന രീതിയിൽ പെരുമാറണം. ഇഷ്ടമില്ലാത്തവരോട് ഇടപഴകരുത്. ഉള്ളവരോട് ഇടപഴകണം. ഓരോ വ്യക്തിയോടും അവർ അർഹിക്കുന്ന രീതിയിൽ തന്നെ പെരുമാറണം. ആഴ്ന്ന മനസ്സിൽ, ഉള്ളിന്റെ ഉള്ളിൽ എന്താ കാണണ്ടേ? എല്ലാവരിലും ആ ചേതനാത്മകമായിട്ട്, ചേതനയോടുകൂടി എല്ലാവരെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, എല്ലാവരിലും ചൈതന്യമായി എല്ലാ വ്യക്തികളെയും എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നത് സാക്ഷാൽ ജഗതീശ്വരൻ തന്നെ. ആ പരമാത്മ തത്വം തന്നെയാണ് എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ശത്രുവായ ഇയാളിൽ പോലും, അയാളിപ്പോ ചലിക്കുന്നത്, അയാൾ ദേഷ്യപ്പെടുന്നത്, അയാൾ എന്നെ വെട്ടാൻ വരുന്നത്, അയാളിൽ പ്രവർത്തിക്കുന്ന ശക്തി സാക്ഷാൽ ജഗതീശ്വരന്റെ ശക്തി തന്നെയാണ്. എൻ്റെ ഉള്ളിലും അതേ ശക്തിയാണ്, അയാളുടെ ഉള്ളിലും അതേ ശക്തിയാണെന്ന് നമ്മുടെ ഉള്ളിൽ അറിഞ്ഞാൽ മതി. പുറത്ത് പ്രകടിപ്പിക്കാനല്ലത്.
അത് അങ്ങനെ എല്ലാത്തിലും അങ്ങനെ കാണാൻ സാധിക്കും. അത് ശ്രമിച്ചാൽ സാധിക്കും, അഭ്യാസം കൊണ്ട് സാധിക്കും. ആദ്യം തന്നെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക. വീട്ടിൽ നിന്ന് തന്നെ ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ സഹിക്കുക, ക്ഷമിക്കുക. എങ്ങനെയാണ് ക്ഷമിക്കുക? അവരുടെ വിവരമില്ലായ കൊണ്ട് അവരെങ്ങനെ പറയുന്നു. അവരുടെ ഉള്ളിലും ഭഗവാൻ തന്നെയല്ലേ, എൻ്റെ ഉള്ളിലും ഭഗവാൻ തന്നെയല്ലേ. നമ്മുടെ ഈ രണ്ടുപേരുടെ ഉള്ളിലും എന്താണ് വ്യത്യാസം? ഉള്ളിലുള്ള ആൾക്ക് ഒരു വ്യത്യാസവുമില്ല, പുറത്ത് പ്രകടിപ്പിക്കുന്ന സ്വഭാവത്തിലും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമല്ലേ. സാരമില്ല, നമ്മൾ ക്ഷമിച്ചേക്കാം. ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ആ ഒരു ലെവലിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റും. സമദർശിത്വം സാധിക്കും, സമദൃഷ്ടി സാധിക്കും. ആഴ്ന്ന മനസ്സിൽ എല്ലാവരിലും ആത്മഭാവത്തെ കാണാം. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ജീവബ്രഹ്മ ഐക്യം എന്ന് പറഞ്ഞാൽ എന്തായി? ഏറ്റവും വലിയ കാര്യത്തിലേക്ക് എത്തി. അതാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജീവൻ മുക്തന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ ജീവബ്രഹ്മ ഐക്യം എന്നതിന്റെ അർത്ഥം എന്താ? എല്ലാ ആത്മാക്കളും പരമാത്മാവിന്റെ അംശം തന്നെ, പരമാത്മാ തന്നെ. ജീവനും ബ്രഹ്മവും തമ്മിൽ വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെ എന്ന് കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരോടും നമ്മളോട് സംസാരിക്കുന്നവരോടും നമ്മളോട് വഴക്കിടുന്നവരോടും നമ്മളോട് സ്നേഹമായി പെരുമാറുന്നവരോടും എല്ലാം അവരുടെ ഉള്ളിലുള്ളത് ആ ആത്മചൈതന്യം തന്നെയാണ്. അതേ ആത്മചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിലും എന്ന് മനസ്സിലാക്കാൻ, ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്തു നോക്കണം. പറ്റുന്നുണ്ടോ? ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തീരുമാനിക്കും, ഇന്ന് ഞാനിന്ന് എല്ലാവരിലും ആത്മദർശനം ചെയ്തു നോക്കട്ടെ. അപ്പൊ ഒരാള് വീട്ടിലെ കാപ്പിയും കൊണ്ടുവരുന്നു. കാപ്പിയും കൊണ്ടുവന്ന് ശരി, കാപ്പി അവിടെ വെച്ചു, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ഒന്ന് ചിന്തിക്കുക, അതൊക്കെ ശരിയാണല്ലോ, എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ആത്മചൈതന്യം തന്നെയല്ലേ അവരുടെ ഉള്ളില്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളില് എന്ന് ഉള്ളിൽ ചിന്തിക്കുക. അത് കഴിഞ്ഞ് വീട്ടിലെ വേലക്കാരികൾ വരുമ്പോൾ വേലക്കാരനോ വേലക്കാരിയോ ആരെങ്കിലും വരികയാണെങ്കിൽ നേരെ ഓർക്കുക, ഇവരുടെ ഉള്ളില് എൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യം തന്നെയല്ലേ അവരുടെ ഉള്ളിലും, അവരെ പ്രവർത്തിപ്പിക്കുന്ന ആത്മീയ ശക്തി അത് തന്നെയല്ലേ അവരുടെ ഉള്ളിലും, ആ ചൈതന്യം തന്നെയല്ലേ. പിന്നെ പത്രക്കാരൻ വരുമ്പോൾ, പത്രമിടുമ്പോൾ അയാളെ കാണുമ്പോൾ ഓർക്കുക, അയാളുടെ ഉള്ളിലും ഈ ശക്തി തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്, എൻ്റെ ഉള്ളിലും ഈ ശക്തി തന്നെയല്ലേ. ചെടികളെ കാണുമ്പോൾ ഈ ചെടികളിലും ഇത് പിന്ന് ഉണർന്ന് നന്നായി പുഷ്പിച്ച് ഫലമൊക്കെ തന്നുകൊണ്ട് നിൽക്കുന്നത് അതിനുള്ളിൽ ആത്മചൈതന്യം ഉള്ളത് കൊണ്ടല്ലേ, ആ ആത്മചൈതന്യം തന്നെയല്ലേ എൻ്റെ ഉള്ളിലും. ഇങ്ങനെ അപ്പോഴേക്കും എന്തെങ്കിലും പക്ഷികൾ പറക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഇതിനിപ്പോൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തി തന്നെയല്ലേ എൻ്റെ ഉള്ളിലും. ഒരു ഉറുമ്പിനെ കണ്ടാലും ഇപ്പോ ഇങ്ങനെ ഉറുമ്പ് പോകുന്നു, ആ ഉറുമ്പ് ഇപ്പൊ ജഡമായ വസ്തുവിനെ ചൈതന്യവത്താക്കി അതിനെ പ്രകാശിപ്പിച്ച് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തി തന്നെയല്ലേ ആത്മശക്തി, അത് തന്നെയല്ലേ പരമാത്മശക്തി, അത് തന്നെയല്ലേ എൻ്റെ ഉള്ളിലും. ഞാനും അതുകൊണ്ടല്ലേ ഇപ്പോൾ ലൈവായിട്ടിരിക്കുന്നത്, എൻ്റെ ജീവശക്തി അതല്ലേ ആത്മചൈതന്യം. ഇങ്ങനെ പതുക്കെ 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 ധാരാളം ചിന്തിച്ചു നോക്കണം, ധാരാളം ചിന്തിച്ചു നോക്കണം. എളുപ്പമൊന്നുമല്ല ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം എടുക്കൽ. കുറച്ച് പുസ്തകം വായിച്ചാലൊന്നും അന്തിമ ലക്ഷ്യത്തിലേക്കൊന്നും എത്തില്ല. അതൊക്കെ വഴികൾ പറഞ്ഞു തരുന്നുണ്ട് പല രീതിയിൽ. ഏതൊക്കെ തരത്തിലുള്ള മനുഷ്യരുണ്ടോ അവർക്കുള്ള വഴികൾ മുഴുവൻ എല്ലാ പുരാണങ്ങളിൽ കൂടിയും ഇവിടെ വരുന്നുണ്ട്. ചിലർക്ക് ഭാഗവതത്തിൽ കൂടെയായിരിക്കും, ചിലർക്ക് നാരായണീയത്തിൽ കൂടെയായിരിക്കും, ചിലർക്ക് ഉപനിഷത്തുകളിൽ കൂടെയായിരിക്കും, ചിലർക്ക് ഗീതയിൽ കൂടിയായിരിക്കും, ചിലർക്ക് രാമായണത്തിൽ കൂടിയായിരിക്കും, ചിലർക്ക് മഹാഭാരതത്തിൽ കൂടിയായിരിക്കും, ചിലർക്ക് സൗന്ദര്യ ലഹരിയിൽ കൂടിയായിരിക്കും. ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. കഥകളാണെങ്കിൽ അതിലും കൂടുതൽ കഥകൾ, ആയിരക്കണക്കിന് കഥകളുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഓരോ വ്യക്തിക്കും പറ്റുന്ന രീതിയിൽ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആ മനസ്സിനെ മാറ്റാനാണ്. എല്ലാവരുടെ മനസ്സ് ഒരുപോലെയല്ലല്ലോ, നമ്മളെല്ലാവരും ഡിഫറെന്റ് മാനസികാവസ്ഥയുള്ളവരാ. നമുക്ക് യോജിച്ചതിനെ തിരഞ്ഞെടുക്കുക. പക്ഷെ എന്തിനായിരിക്കണം തിരഞ്ഞെടുക്കല്? അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തിരഞ്ഞെടുക്കലായിരിക്കണം. അപ്പൊ അതിന് ഇങ്ങനെയുള്ള ആചാര്യസ്വാമികളുടെ പല കാര്യങ്ങളും നമുക്ക് ഈ സമദർശനം വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സമദർശനം എന്നാൽ സമമായ പ്രവൃത്തിയല്ല. അതാണ് അതിനകത്ത് പറയണ്ടേ. സമമായ പ്രവൃത്തിയേ അല്ല സമദർശനം എന്ന് പറയുന്നു. നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന അങ്ങനെയാണ്, എല്ലാവരും ഒരുപോലെ പെരുമാറണം, അങ്ങനെയല്ല. അത് അടിയുറപ്പായിട്ട് അടിവരയിട്ട് മനസ്സിലാക്കുക. എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നതല്ല സമദർശനം. സമദർശനം എന്നാൽ ഭാവനയാണ്. സമദർശനം എന്നാൽ ഭാവന, മനസ്സിൽ സമഭാവന, മനസ്സിലെ സമഭാവനയാണ് എല്ലാവരോടും. ഇതിന്റെ ബലമോ എന്താ? അതിന്റെ ഫലം ഉണ്ടാവുക പുറത്ത് നിൽക്കുന്ന ആൾക്കല്ല. അതിന്റെ ഫലം ആർക്കാണ് ഫലം? നമുക്ക്. കാരണം ആരാണ് അന്തിമ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്? നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, മുമ്പിൽ കൂടി കടന്നു പോകുന്ന അവരാണോ? അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന അവരാണോ അന്തിമ ലക്ഷ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? അല്ല, നമ്മളാണ് ആഗ്രഹിക്കുന്നത്. നമുക്കാണ് അന്തിമ ലക്ഷ്യം വേണ്ടത്. അപ്പൊ എവിടെയാണ് ശാന്തി വരേണ്ടത്? എവിടെയാണ് സമാധാനം വരേണ്ടത്? പുറത്ത് നിൽക്കുന്ന ആളിലാണോ? നമ്മുടെ ഉള്ളിലാണോ? നമ്മുടെ ഉള്ളില് സമാധാനം വരണമെങ്കിൽ നമ്മളിൽ സമഭാവന ഉണ്ടാവണം. നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് സമഭാവനയോടെ ആയിരിക്കണം, സമമായ പ്രവൃത്തി അല്ല.
സമഭാവനയോടുകൂടി കാണണം. അപ്പോ അതിന്റെ സമാധാനം ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. എല്ലാവരെയും സമഭാവനയോടുകൂടി കണ്ടാൽ അയാൾ പെരുമാറുന്ന അയാളുടെ സ്വഭാവത്തിന്റെ കുഴപ്പം പോട്ടെ, അയാൾ ചീത്ത പറയുന്ന അയാളുടെ സ്വഭാവത്തിന്റെ കുഴപ്പം പോട്ടെ, അയാളുടെ ഉള്ളിലുള്ളത് ഈശ്വര ചൈതന്യം തന്നെയാണ്. ഞാൻ എന്തിനാ അതിനെ വെറുക്കുന്നത്? ഞാൻ അയാളുടെ സ്വഭാവത്തെ വെറുത്താൽ മതിയല്ലോ. ഞാൻ അയാളുടെ സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്നില്ല, അയാളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല, ഒരു കുഴപ്പമില്ല, ഓപ്പണായിട്ട് പറയാം. പക്ഷെ ഉള്ളിലുള്ള ചൈതന്യം രണ്ടും ഒന്ന് തന്നെയാണ്. എന്തെങ്കിലും ഒരു ദിവസം ഒരു ജന്മത്തിൽ അയാൾക്കും ഈ ചൈതന്യത്തെ തിരിച്ചറിയാനുള്ള ഭാഗ്യം ഉണ്ടാകുമായിരിക്കാം. ഇല്ലെങ്കിൽ ഭഗവാനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോ ഇഷ്ട അനിഷ്ട അർത്ഥ സംപ്രാപ്തൗ എന്നാണ് തുടങ്ങുന്നത്. ഇഷ്ടാനിഷ്ടാർത്ഥ സംപ്രാപ്തൗ, ഇഷ്ട അനിഷ്ട അർത്ഥ സംപ്രാപ്തൗ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളത്, അനിഷ്ടം എന്ന് പറയുന്നത് താല്പര്യമില്ലാത്തത്. അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ സിറ്റുവേഷനെയാണ് പറയുന്നത്. ഇവിടെ അർത്ഥ എന്ന് പറയുന്നത് സിറ്റുവേഷൻ, അതായത് ഏതൊരു സാഹചര്യമാണോ അത്. അങ്ങനെയുള്ള ഇഷ്ടമോ അനിഷ്ടമോ ആയ സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രാപ്തൗ അത് വരുമ്പോൾ, ജ്ഞാനിക്കും ഇഷ്ടപ്പെട്ട സന്ദർഭവും വരും, ഇഷ്ടപ്പെടാത്ത സന്ദർഭവും വരും. ജ്ഞാനി സർവ്വലോകത്ത് സഞ്ചാരിക്കുന്നവരാണ്, പുറത്ത് സഞ്ചരിക്കുന്നവരല്ല. എപ്പോഴും നമ്മളെക്കാളും കൂടുതൽ ഇഷ്ടമുള്ള സന്ദർഭങ്ങളും ഉണ്ടാവും, അനിഷ്ടമുള്ള സന്ദർഭങ്ങളും ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങളില് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഈശ്വരൻ മനുഷ്യരൂപം എടുക്കുമ്പോഴും നമുക്കിത് കാണാം, ഇല്ലേ? ഇഷ്ടമുള്ള സന്ദർഭങ്ങൾ ധാരാളം അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്, അനിഷ്ടമുള്ള സന്ദർഭങ്ങൾ ഇഷ്ടംപോലെ മനുഷ്യ രൂപമെടുത്ത അവതാരങ്ങളുടെ മുമ്പിൽ, ശ്രീകൃഷ്ണസ്വാമിയുടെ മുമ്പിൽ എത്രമാത്രം അനിഷ്ടം ഉണ്ടായിട്ടുണ്ട്, എത്രമാത്രം ഇഷ്ടസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീരാമേന്ദ്ര സ്വാമിയുടെ മുമ്പിൽ എത്രമാത്രം ഇഷ്ടമുള്ള സന്ദർഭങ്ങളും അനിഷ്ടമുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്ര സ്വാമിക്ക് ഇഷ്ടമുള്ള, ഹനുമാൻ സ്വാമിയെ ഏറ്റവും ഇഷ്ടമാണ്. രാവണനെയോ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടല്ലേ രാവണനെ ഹനിച്ചത്. അപ്പൊ അവിടെ പെരുമാറ്റമോ പ്രവൃത്തിയോ അല്ല സമദർശനം. ഭഗവാൻ തന്നെ ഇത് കാണിച്ചു തന്നിരിക്കുന്നു. ഹനുമാൻ സ്വാമിയെ ഇഷ്ടപ്പെടുമ്പോൾ രാവണനെ അനിഷ്ടമായിട്ട് കാണും. അപ്പോ രണ്ടിന്റെ ഉള്ളിലും ചൈതന്യമാണ് എന്ന് ശ്രീരാമചന്ദ്ര സ്വാമിക്ക് അറിയാമേലേ? അറിയാം. പ്രവൃത്തിയുടെ രീതിയിൽ പോണം, ഉള്ളിൽ കാണുന്നത് വേറെ. മനുഷ്യ ശരീരം എടുക്കുമ്പോൾ നമ്മൾ പുണ്യവും പാപവും കൊണ്ടുവരുന്നുണ്ട്, നമ്മൾ സുഖവും ദുഃഖവും നമ്മുടെ കൂടെ കൊണ്ടുവരുന്നുണ്ട്, രണ്ടും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജന്മം തന്നെ ഉണ്ടായത്. അപ്പോ സമദർശിതയാ ആത്മനി, മനസ്സില്, ആത്മാവ്, ഇവിടെ ആത്മാ എന്ന് പറയുമ്പോൾ മനസ്സിനാണ് ഉദ്ദേശിക്കുന്നത് ഈ ശ്ലോകത്തില്. സമദർശിതയാ, സമഭാവനയോടെ, ഉഭയത്ര അവികാരിത്വം, ഈ രണ്ടവസരത്തിലും വികാരഭേദമില്ലാത്ത മനോനില. അതായത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോഴും, ഉഭയത്ര രണ്ട് അവസരത്തിലും അവികാരിത്വം, വികാരഭേദമില്ലാത്ത മനോനില, ടോട്ടൽ അക്സെപ്റ്റൻസ് എന്ന് പറയാം അതിന്. ടോട്ടൽ അക്സെപ്റ്റൻസ്, അതാണ് ജീവൻ മുക്തന്റെ ലക്ഷണം. എല്ലാത്തിനെയും ഒരേപോലെ എടുക്കുന്നു. എവിടെ? മനസ്സിൽ. പുറത്തുള്ള പെരുമാറ്റത്തിലും ഒന്നുമല്ല, അകത്തുള്ള മനസ്സിൽ. ഏത് വന്നോ അതിനെ സ്വീകരിക്കും. റെസിസ്റ്റൻസ് ഇല്ല, ഒന്നിനെയും തടഞ്ഞു നിർത്തുക, അതൊന്നുമില്ല. ഏതും സ്വീകരിക്കും, ഏത് സന്ദർഭത്തെയും സ്വീകരിക്കും. ഉള്ളില് എങ്ങനെ വെച്ചുകൊണ്ട്? എല്ലാം ഈശ്വരന്റെ ഇച്ഛ എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട്, എല്ലാവരിലും ഈശ്വര ചൈതന്യമാണ് എന്നൊക്കെ കണക്കാക്കിക്കൊണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ കണക്കാക്കിക്കൊണ്ട് എല്ലാ സിറ്റുവേഷനെയും ടോട്ടൽ അക്സെപ്റ്റൻസോടുകൂടി ഫേസ് ചെയ്യും. അപ്പോ അതിനൊരു ഉദാഹരണം പറഞ്ഞത്, അസുഖമുള്ളൊരു കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്തു, അസുഖം മാറാനായിട്ട് ഇഞ്ചക്ഷൻ എടുത്തു. അപ്പൊ അന്ന് നല്ല വേദനയായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്ത് കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു, വേദന ഉണ്ടായിരുന്നു. അസുഖം മാറിയില്ല. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയി. അപ്പോ ആ കൊണ്ടുപോയി ഏത് സ്ഥലത്താണോ ഇഞ്ചക്ഷന് കൊണ്ടുപോയ ആ സ്ഥലത്തിന്റെ പടി എത്തിയപ്പോഴേ കൊച്ചു കരയാൻ തുടങ്ങി. അതിനറിയാം, അകത്ത് ചെന്ന ഇഞ്ചക്ഷൻ എടുക്കും, വേദന എടുക്കുന്ന അറിയാം. അപ്പൊ ആദ്യമേ കരച്ചിൽ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അപ്പൊ വേദന തുടങ്ങിയോ? ഇഞ്ചക്ഷന്റെ വേദനയ്ക്കാണ് അന്ന് ആദ്യത്തെ പ്രാവശ്യം ഇതൊന്നും അറിയില്ലായിരുന്നു, കുത്തിയപ്പോഴാ കരഞ്ഞ. ഇപ്പൊ എന്തായി? ആ സ്ഥലത്തേക്ക് എത്തുമ്പോ തന്നെ കരച്ചിൽ തുടങ്ങി. വേദനിക്കുമ്പോ കരഞ്ഞാൽ പോരെ? കുത്തുമ്പോ കരഞ്ഞാൽ മതിയല്ലോ. വേദന എടുക്കുമ്പോ കരയും, ശരിയാണ്, വേദന ഉണ്ടാവും, അപ്പൊ കരഞ്ഞാൽ പോരെ? അല്ല, ഇപ്രാവശ്യം എന്തായി? ആദ്യത്തെ പ്രാവശ്യം അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ അങ്ങോട്ട് പോവുമ്പോഴേ കരച്ചിൽ തുടങ്ങി. ഒന്ന്, ശരീരത്തിന്റെ
യഥാർത്ഥ വേദന ഉണ്ടായപ്പോൾ. ആദ്യത്തെ കരച്ചിൽ എപ്പോഴായിരുന്നു? ശരീരത്തിന് യഥാർത്ഥ വേദന ഉണ്ടായപ്പോൾ. രണ്ടാമത്തെ കരച്ചിലോ ശരീരത്തിന് വേദന വരുമല്ലോ എന്ന വിചാരത്തിൽ, ശരീരത്തിന് വേദന വരുമല്ലോ എന്ന വിചാരത്തിലുള്ള കരച്ചൽ. അപ്പൊ അവിടെ ശരീരത്തിനാണോ വേദന, മനസ്സിനാണോ വേദന? ആ കരച്ചിൽ എവിടത്തെ വേദന കൊണ്ടാ? രസകരമായിട്ടുള്ള ഇത്, എവിടെയാ വേദന? മനസ്സിലെ വേദനയ്ക്കാണ് ആ കരച്ചില്. ആദ്യത്തെ കരച്ചില് കുത്തിയ സൂചി കുത്തിയപ്പോൾ ഉള്ള ശരീരവേദനയ്ക്കും, രണ്ടാമത് ശരീരവേദന ഉണ്ടാകും എന്നുള്ള മനോവേദനയിലുള്ള കരച്ചിലും. ഏതാ കൂടുതല്? മനോവേദനയിലുള്ളതാണ് കൂടുതൽ. എത്രയോ നേരത്തെ തുടങ്ങി അല്ലെ? ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം എന്ന് പറഞ്ഞപ്പോഴേ തുടങ്ങി കാണും. മറ്റേത് കറക്റ്റ് ടൈമിൽ മാത്രമേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കൂടെ നിന്നേക്കാം, വേദന ഒന്ന് ശമിക്കുന്നത്. മറ്റേതോ മനസ്സിലെ വേദനയോ എത്രയോ നേരത്തെ തുടങ്ങി കഴിഞ്ഞു. അതുപോലെ പ്രാരബ്ധത്താൽ വരുന്നത് യഥാർത്ഥ സങ്കടങ്ങൾ അല്ലെ? പ്രാരബ്ധം കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സഞ്ചിത കർമ്മത്തിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്ത് പ്രാരബ്ധമാക്കി ഇവിടെ വന്നു, അതിനൊരു ആയുസ്സൊക്കെ നിശ്ചയിച്ചു, ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ എഴുതി ഇങ്ങോട്ട് വിട്ട്. പ്രാരബ്ധത്താൽ വരുന്നത് യഥാർത്ഥ സങ്കടങ്ങളാണ്. അതേതാ? സൂചി കുത്തിയപ്പോൾ ഉണ്ടായ വേദന യഥാർത്ഥ സങ്കടം. അറിവില്ലായ്മയാൽ, അജ്ഞാനത്താൽ വരുന്നത്, അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ട് അങ്ങനെ ആയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് വേദനിക്കുന്നുണ്ടല്ലോ, അത് യഥാർത്ഥ വേദനയെ ഓർത്തും. അങ്ങനെയും കൂടെ അജ്ഞാനം കൊണ്ട് നോക്കും. യഥാർത്ഥ വേദന, ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഉണ്ടായ വേദനയെ ഓർത്ത് ഉണ്ടാകുന്ന വേദന വലിയ ദുഃഖമാണ്, വലിയ വേദനയാണ്. അത് അറിവില്ലായ്മ കൊണ്ടല്ലേ ഉണ്ടാവുന്നത്, അജ്ഞാനം കൊണ്ടല്ലേ. ആ സമയത്ത് കുത്തുമ്പോഴുള്ള വേദനയെ ഓർത്ത് ചെയ്യുന്നത് അജ്ഞാനമാണ്. ഇനി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് അവിടെ ചെന്നു. അപ്പോ ഡോക്ടർ പറയാണ്, ആ കുഴപ്പമില്ല, പരിശോധിച്ച് നോക്കിയപ്പോൾ ഇനിയിപ്പോ ഇഞ്ചക്ഷൻ എടുക്കണമെന്നില്ല എന്ന് പറയുമ്പോ എന്തുണ്ടാവും? വെറുതെ ആയില്ലേ ആ വിഷമം? എന്തിനാ ഇത്ര സമയം കരഞ്ഞത്? ഇത്രയും സമയം മനസ്സിൽ എന്തെല്ലാം വേദന അനുഭവിച്ചു? വല്ല കാര്യം ഉണ്ടായിരുന്നോ? വലിയവരുടെ കാര്യത്തിലുണ്ട് ഇതുപോലെ അല്ലേ? നമ്മുടെ കാര്യത്തിലുണ്ട്. എന്തുമാത്രം ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴും പറഞ്ഞ സാരമില്ല, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഗുളിക മാത്രം കഴിച്ചാൽ മതി, 10 ഗുളിക ഉണ്ടായിരുന്നതിൽ 9 വെട്ടി, ഇനി 1 കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആവൂ, സമാധാനായി. പോകുമ്പോഴോ എന്തെല്ലാം വരുമാവോ, ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവോ, എത്ര കാലം ജീവിക്കുവാവോ, ഇനി എന്നും ഇങ്ങനെ മരുന്നും മന്ത്രവുമായിട്ട് കഴിയേണ്ടി വരുമാവോ, ഇങ്ങനെ വേവലാതികൾ ഒരുപാട് ഉള്ളിലുണ്ടാവും. അത് വെറുതെ അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്. പ്രാക്ടിക്കല് സാഹചര്യം നേരിട്ടാൽ മതിയല്ലോ. കറക്റ്റായിട്ട് എന്താ പറയണ അവിടെ നേരിട്ടാ പോരെ. ജ്ഞാനിക്ക് പ്രാരബ്ധ വേദന, ആ കറക്റ്റ് പ്രാരബ്ധ വേദന, സങ്കടം മാത്രമേ ഉള്ളൂ. ജ്ഞാനിക്ക് പ്രാരബ്ധ വേദന നമുക്ക് കാണുമ്പോൾ അറിയാം. എന്താണ്? ഇപ്പൊ രമണ മഹർഷിയുടെ കാര്യത്തില്, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കാര്യത്തിലൊക്കെ പ്രാരബ്ധ വേദനകളൊക്കെ അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ശാരീരികമായിട്ട് വേദന ഉണ്ടായിരുന്നു. വേദന എടുക്കാതിരിക്കൊന്നുമില്ല, വേദന ഉണ്ടാവും. ശരീരമാണോ വേദന ഉണ്ടാവും. പക്ഷേ അവരതിനെ അതിൻ്റെതായ രീതിയിലേക്ക് എടുക്കുന്നില്ല. അതിനെ വേദനയായിട്ട് അവർ സ്വീകരിക്കില്ല. അവർ പ്രാരബ്ധമായിട്ട് അതിനെ കാണും. ഈ ശരീരം ഉള്ളിടത്തോളം കാലത്ത് ഉണ്ടാവുമായിരിക്കാം, വന്നു പൊക്കോട്ടെ, പ്രാരബ്ധമല്ലേ, ഞാൻ പണ്ട് ചെയ്ത കർമ്മത്തിന്റെ ഫലമല്ലേ, അത് പൊക്കോട്ടെ, അത് അതിൻ്റെതായ വഴിക്ക് പോട്ടെ എന്നും പറഞ്ഞ് അവര് മനസ്സിനെ മുഴുവൻ എവിടെ സമർപ്പിക്കും? ഈ വേദനയെ മനസ്സിലേക്ക് കയറ്റില്ല, മനസ്സിൽ ഈശ്വരനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ കയറ്റുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? എനിക്ക് ഇങ്ങനെ വന്നല്ലോ, കഷ്ടമായി പോയല്ലോ, എന്നാലും എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ തോന്നുന്നത് മനസ്സിലേക്ക് അതിനെ കയറ്റുമ്പോൾ. ശരീരത്തിന്റെ വേദന ഓക്കെ, നല്ല വേദനയാണ്, ശരിയാ, ഞാൻ സഹിച്ചു, നല്ല വേദന സഹിക്കുകയാണ്, ഓക്കെ. ഈശ്വരനെ ഭജിച്ചുകൊണ്ട് അങ്ങ് സഹിക്കുമ്പോൾ നമ്മളറിയാതെ ഗുളിക കഴിച്ച് നമ്മളറിയാതിരിക്കുന്ന പോലെ ആ ജ്ഞാനപ്രഭാവം കൊണ്ട് നമ്മളറിയാതെ കടന്നു പോകും. മനസ്സിലോട്ട് കയറ്റിയാലോ ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് ഇല്ലാത്ത വേദനയെ കൂടുതലായിട്ട് അനുഭവിക്കും. അപ്പോ അങ്ങനെ മനസ്സിലേക്ക് കേറ്റാതിരിക്കലാണ് അവികാരിത്വം. ഉഭയത്രാവികാരിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം. ഇതൊക്കെയാണ് ജീവൻ മുക്തന്റെ ലക്ഷണം എന്ന് പറഞ്ഞു. ഇഷ്ടം വന്നാലും, ഇനി ഇഷ്ടമുള്ളത് മാത്രം വന്നാലോ അപ്പോഴും അഹങ്കാരം വരും ആളുകൾക്ക്. അപ്പൊ എന്താ ചെയ്യാ? പ്രാരബ്ധം കുറെ അനുഭവിച്ചു, കുറെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു, അത് കഴിഞ്ഞ് നല്ല നല്ല പുണ്യഫലങ്ങൾ വന്നു തുടങ്ങുമ്പോൾ എന്തുണ്ടാവും? സാധാരണ നമ്മൾ കാണുന്നതാണ്, പാപഫലങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട്
നടന്നു കഴിഞ്ഞ് പിന്നീട് പുണ്യഫലങ്ങളുടെ അനുഭവം തുടങ്ങുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ധാരാളം ഐശ്വര്യവും സമ്പത്തൊക്കെ വന്നു കൂടുന്ന കാണാം. അവര് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന കാണാം. ഉടനെ തന്നെ അവരുടെ കൂടെ വേറൊരു സാധനം കൂടെ അവരുടെ കൂടെ കൂടും, അഹങ്കാരം. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, ധാരാളമുണ്ട് നമ്മുടെ ഇടയിൽ അഹങ്കാരം. അവനവന്റെ സാഹചര്യം മെച്ചപ്പെട്ട് വരുമ്പോൾ അഹങ്കാരികളായി കാണുന്നവർ എത്ര പേരുണ്ട്, എത്ര പേരുണ്ട്. നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, ചിന്തിച്ചു നോക്കിയാൽ അറിയാം. എന്നാലും അവരിങ്ങനെ നമ്മളോട് പെരുമാറുമെന്ന് വിചാരിച്ചില്ല. അന്നത്തെ ഒരു സ്ഥിതി ആലോചിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. സഹായിക്കാന്നൊന്നുമില്ല, അതിനെ നമ്മൾ സഹായിച്ചവരായിരിക്കൊള്ളണമെന്നൊന്നുമില്ല. അല്ലാത്തവരാ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അഹങ്കാരമാ വരിക. നമ്മൾ തന്നെ അതിശയിച്ചു പോകും, അഹങ്കാരം ഇത്രയും. അപ്പൊ ഇത് നമുക്കൊക്കെ ബാധകമാണ്. നമ്മൾ പുറത്ത് കാണുന്നതിനൊക്കെ ഉദാഹരണങ്ങളായിട്ട് എടുക്കണം. നമുക്കിത് സംഭവിക്കാതെ നോക്കണം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് ഭഗവാൻ നമ്മളെ കരയേറ്റി വിടും, നല്ല സൗകര്യങ്ങളിലേക്ക് എത്തിക്കും. ഒരുതരം വിഷമവും ഇല്ലാതെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അഹങ്കാരം ഉണ്ടാകരുത്. അതുണ്ടാവും സാധാരണ. അതുണ്ടാകാതെ നോക്കണം. എൻ്റെ ഈശ്വര, ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു, ഭഗവാന്റെ മഹിമ കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്, നാമരൂപം കൊണ്ടാണ് ഇത് സംഭവിച്ചത്, എൻ്റെ മിടുക്കല്ല, ഈശ്വരൻ എന്നോട് കരുണ കാണിച്ചത് കൊണ്ടാണ്. ആ കരുണയ്ക്ക് മുമ്പിൽ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ സർവവും ഞാൻ ഭഗവാനിൽ സമർപ്പിക്കുന്നു. എൻ്റെ കയ്യിലുള്ളത് ഒന്നും എൻ്റെയല്ല, ഞാൻ ഒന്നുമില്ലാതെയാണ് വന്നത്, ഒന്നുമില്ലാതെയാണ് പോവുക. ഭഗവാനെ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് എത്തണമേ. ജ്ഞാനി ഇങ്ങനെ ചിന്തിക്കുള്ളൂ. ജ്ഞാനി ഒരിക്കലും പഴയതുപോലെ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് അങ്ങനെ വിലസി അഹങ്കാരത്തോടുകൂടെ ഒന്നും നടക്കില്ല. ജ്ഞാനി അതൊക്കെ വിട്ടുകൾ. ജ്ഞാനി ജസ്റ്റ് പ്രസന്റിലാണ്. നേരത്തെ പറഞ്ഞല്ലോ, ജ്ഞാനി പ്രസന്റിൽ മാത്രമാണ്, വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കില്ല. ഇതേ കാര്യം തന്നെ അടുത്ത ശ്ലോകത്തിലും ആചാര്യസ്വാമി ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. ഇതേ കാര്യം തന്നെ വീണ്ടും പറയുന്നു. സാധുഭി പൂജ്യമാനേസ്മിൻ, സാധുഭി പൂജ്യമാനേസ്മിൻ, പീഡ്യമാനേഭി ദുർജനൈഃ, പീഡ്യമാനേഭി ദുർജനൈഃ, സമഭാവോ ഭവേദ്യസ്യ, സമഭാവോ ഭവേദ്യസ്യ, സജീവൻ മുക്ത ഇഷ്യത്തെ, സജീവൻ മുക്ത ഇഷ്യത്തെ. സാധുഭി പൂജ്യമാനേസ്മിൻ, പീഡ്യമാനേഭി ദുർജനൈഃ, സമഭാവോ ഭവേദസ്യ, സജീവൻ മുക്ത ഇഷ്യത്തെ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണെന്നാ പറയണേ. നോക്കാം. ലോകത്തിന് എല്ലാത്തിലും ലോകത്തില് ദ്വൈതഭാവം നമുക്ക് കാണാം. നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ രണ്ടില്ലാത്ത ഒന്നുമില്ല, സകലത്തിനും രണ്ടുണ്ട്. എപ്പോഴും നോക്കിയാലും ദ്വൈതം ദ്വൈതം ദ്വൈതം. നല്ലത് ചീത്ത, ജയം പരാജയം, ചൂട് തണുപ്പ്, ഇഷ്ടം അനിഷ്ടം, എല്ലാത്തിലും ഏത് ആൺ പെണ്ണ്, ഇങ്ങനെ ഏതിൽ നോക്കിയാലും ദ്വൈതം കാണാം. സൃഷ്ടിയുടെ വലിയൊരു പ്രത്യേകത. എന്തിൽ നോക്കിയാലും രണ്ടുണ്ട്, രണ്ടില്ലാത്ത ഒന്നുമില്ല. ഏത് കാര്യം നോക്കിയാലും രണ്ടെണ്ണം കാണാം. നല്ല രസമാണ്. അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ വളരെ രസകരമായ ഒരു കാര്യമാണ്. രണ്ടില്ലാതെ ഒന്നും കാണാൻ പറ്റത്തില്ല, എല്ലാത്തിലും രണ്ടുണ്ടായിരിക്കും. ഇവിടെയാണ് ഈ രണ്ടിൽ നിന്ന് ഒന്നേ ഉള്ളൂ എന്നുള്ള പാഠത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതാണ് ഏറ്റവും തമാശ. എന്താ വെച്ചാൽ കാണുന്നതെല്ലാം രണ്ടെണ്ണം, രണ്ടില്ലാത്തൊരു പരിപാടിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയില് ജന്മാജന്മാന്തരങ്ങളായിട്ട് എത്രയോ ജന്മങ്ങൾ, ആയിരക്കണക്കിന് ജന്മങ്ങൾ ഇങ്ങനെ രണ്ട് കണ്ട് ജീവിച്ച് വന്ന് ഒന്നേ ഉള്ളൂ എന്നൊരു അറിവിലേക്ക് വരുമ്പോ അത് സ്വീകരിക്കാൻ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനെ മനസ്സിലേറ്റി കൊണ്ടുവരാൻ എളുപ്പമല്ല. ഒന്നേ ഉള്ളൂ എന്നിങ്ങനെ ആചാര്യസ്വാമികളും ഗ്രന്ഥങ്ങളും ഒക്കെ പറയുമ്പോ എല്ലാം ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ രണ്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ആയിരക്കണക്കിന് ജന്മങ്ങളിൽ കൂടി അനുഭവിച്ചു വന്നിരിക്കുന്ന മുഴുവൻ രണ്ടും. ഇതെങ്ങനെ ശരിയാവും? അതാണ് സാധനയിൽ കൂടി മാത്രമേ പറ്റുള്ളൂ. അതികഠിനമായ സാധന വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ലോകത്തിന് ദ്വന്ദ്വാത്മാനം ജഗത് എന്നാണ് പറയാ. ദ്വന്ദ്വാത്മാനം ജഗത്, ദ്വന്ദ്വാത്മാനം ജഗത് എന്ന്. ദ്വൈതഭാവമുള്ളതാണ് ലോകം. ശീത ഉഷ്ണ സുഖ ദുഃഖ മാന അപമാന അങ്ങനെ പോകുന്നു ഇഷ്ടം പോലെ.
ശരീരം ശീത ഉഷ്ണങ്ങൾക്ക് പാത്രമാകും അല്ലേ? ശരീരത്തിന് തണുപ്പുമുണ്ട്. ഇപ്പൊ നല്ല ചൂടാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ മഞ്ഞുകാലം വരുമ്പോൾ തണുപ്പാണ്. അപ്പൊ ശരീരത്തിന് ശീതവും ഉഷ്ണവും ഉണ്ട്. അതിന് പാത്രമാകുന്നതാണ് ശരീരം. അന്നമയ കോശമാണ് അതിന്റെ ആ വർക്ക് ചെയ്യുന്നത്. അന്നമയ കോശത്തിന് ശീതവും ഉഷ്ണവും അനുഭവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. മനസ്സിനെന്താണ്? മനസ്സെങ്ങനെയാണ് ദ്വൈതം അനുഭവിക്കുക? മനസ്സ് സുഖ ദുഃഖങ്ങളെ അനുഭവിക്കുമ്പോൾ ദ്വൈതം. മനസ്സിൽ സുഖവും വരും, ദുഃഖവും വരും. മനോമയ കോശം, പ്രാണമയ കോശം, അവിടെയൊക്കെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? മനസ്സിലെ ദ്വൈതഭാവം വർക്ക് ചെയ്യുന്നത്. മനോമയത്തിൽ, പ്രാണമയത്തിലെ സുഖദുഃഖം എന്നുള്ള രീതിയിൽ. പിന്നെയോ അറിവ്. അറിവിൽ എന്താണ്? അറിവുള്ളവന്റെ പ്രശ്നം എന്താണ്? അറിവുള്ള ആൾക്ക് മാനം അപമാനം വരും. അറിവില്ലാത്തവന് ഒരു പ്രശ്നമില്ല. അറിവുള്ള ആൾക്കാണ് മാനം അപമാനം. അയാൾ എന്നെ അപമാനിച്ചു, അല്ലെങ്കിൽ അവരെന്നെ ആദരിച്ചു. രണ്ടുണ്ടല്ലോ. അവരെന്നെ ആദരിച്ചു, ഭയങ്കര സന്തോഷം. അവരെന്നെ അപമാനിച്ചു, ഭയങ്കര വിഷമം, ഭയങ്കര. ഒരിക്കലും എന്റെ മനസ്സിൽ ഞാൻ മരിച്ചാലും ഈ അപമാനം എനിക്ക് മറക്കാൻ പറ്റില്ല. പോയില്ലേ പഴി? മൊത്തത്തിൽ റെഡിയായി. അപ്പൊ അതെവിടെയാണ്? അതാണ് വിജ്ഞാനമയ കോശത്തിന്റെ കളിയാണ് അവിടെ. വിജ്ഞാനമയത്തിൽ ഞാൻ ഞാൻ ഞാൻ, അതാണല്ലോ വിജ്ഞാനമയത്തില്. അഹങ്കാരമാണ് വിജ്ഞാനമയത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ പുകഴ്ത്തലും ഇകഴ്ത്തലും നടക്കും. വിജ്ഞാനമയത്തിന്റെ രണ്ടെന്താണ്? ദ്വൈതഭാവം എന്താണ്? ഇകഴ്ത്തലും പുകഴ്ത്തലും. ജ്ഞാനിക്ക് ശീതോഷ്ണം വരും. ജ്ഞാനിയായ ശേഷം ജീവൻ മുക്തന് ചൂട് തണുപ്പൊന്നുമില്ല എന്നാണോ വിചാരം? അങ്ങനെയൊന്നല്ല. ജീവൻ മുക്തനും ഉണ്ട്, ചൂടും ഉണ്ട്, തണുപ്പും ഉണ്ട്. ശരീരമുള്ളിടത്തോളം കാലം ചൂടും തണുപ്പും അനുഭവപ്പെടും. പക്ഷെ അതിനോട് പ്രതികരിക്കുന്ന രീതിയിലാണ് വ്യത്യാസം. അതിനെ സഹിക്കുന്ന രീതിയിലാണ് വ്യത്യാസം. അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് വ്യത്യാസം. പിന്നെ ജ്ഞാനിക്ക് മനസ്സിൽ ദുഃഖം, സുഖവും ദുഃഖവും വരുമോ? പ്രാരബ്ധമനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കും. അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിലാണ്, മനസ്സിനെ അടക്കി നിർത്തുന്നതിലാണ് അതിന്റെ വിജയം. പിന്നെ അറിവില് അവിടെ ഉണ്ടാവും മാനവും അപമാനവും ഇല്ലേ? എത്ര പേരെ വലിയ വലിയ ഗുരുക്കന്മാരെ അപമാനിച്ചിട്ടുണ്ട്, പബ്ലിക്കായിട്ട് അപമാനിച്ചിട്ടുണ്ട്. ഒരാള് ഒരു സ്ഥലത്ത് ഒരു സ്വീകരണം കൊടുത്ത് ആദരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും 10,000-കണക്കിന് ആൾക്കാർ നിന്ദിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ലോകത്തില്. എത്രയോ നിന്ദകൾ ഏറ്റുവാങ്ങുന്നു ഗുരുനാഥന്മാര്. നിന്ദകളുടെ പ്രവാഹമാണ് ഗുരുനാഥന്മാർക്ക്. പക്ഷേ അവർക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. അവരതെങ്ങനെ എടുക്കും? അവരുടെ മനസ്സിൽ അതെടുക്കില്ല. അത് പുറത്തൂടെ പോകും. ഉള്ളിലോട്ടൊന്നും അതിനെ എടുക്കില്ല. അങ്ങനെ മനസ്സിലേക്ക് എടുക്കാതിരിക്കലാണ് വിജയം. സമദർശനത്തോടെ സമീപിക്കും. അവിടെയാണ് പ്രവൃത്തിയല്ല അവിടെ എന്ന് മനസ്സിലാക്കാനാണ് ഇത്രയും പറഞ്ഞ. പ്രവൃത്തിയിലല്ല സമദർശനം, ഉൾക്കൊള്ളുന്നതിലാണ് സമദർശനം, പ്രവൃത്തിയിലല്ല. അപ്പൊ അപമാനിക്കുന്നിടത്തേക്ക് പോകാതിരിക്കും. എന്തിനാ പോണേ അപമാനിക്കുന്നിടത്ത്? അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെ ഒരു സമദർശനമല്ലേ, എവിടെയും പോണ്ടേ? അവരെ ആദരിക്കുന്നിടത്ത് മാത്രം പോയാൽ മതിയോ? കല്ലെടുത്തെറിയുന്നിടത്തേക്കും പോണ്ടേ? അതല്ലേ സമദർശിത്വം? അല്ല, അങ്ങനെയല്ല. പ്രവൃത്തിയിലല്ല സമദർശിത്വം. ആരാണോ അപമാനിച്ച് അവരിലും ഉള്ളിൽ പ്രവർത്തിച്ചത് ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന് ഉള്ളിന്റെ ഉള്ളില് അറിയൽ. അതുകൊണ്ട് എനിക്ക് അവരോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അത്രേ ഉള്ളൂ. എനിക്ക് അവരോട് വൈരാഗ്യമില്ല. അവര് നശിച്ചു പോട്ടെ, അവര് അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ, ഇതൊന്നും ഞാൻ പ്രാർത്ഥിക്കില്ല. എല്ലാവരിലും ഈശ്വരാംശം തന്നെയല്ലേ, അവരുടെ ഉള്ളിലും അത് തന്നെയല്ലേ. അവരിപ്പോ ആസുരിക രീതിയിൽ ജീവിക്കുന്നു, അതിൻ്റെതായ പ്രഭാവം അവരിൽ ഉണ്ടാകുന്നു, ആസുരിക പ്രവർത്തനങ്ങളിൽ കാണിക്കുന്നു. ഭഗവാൻ തന്നെ അതിനെ മാറ്റി നാളെ ഒരു എന്താ പറയാ ദൈവിക രീതിയിലേക്ക് അത് വരുമായിരിക്കാം. തൽക്കാലം നമ്മൾക്ക് അങ്ങോട്ട് പോകണ്ട, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ മനസ്സിനെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. അവരങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്. അവരുടെ സാധനയിൽ കൂടി മാനത്തെയും അപമാനത്തെയും ഒരുപോലെ കണ്ട്, ജയവിജയത്തെ ഒരുപോലെ കണ്ട്, ശീതോഷ്ണങ്ങളെ സഹിച്ച്, ഇങ്ങനെയാണ് അവർ മുന്നോട്ടുന്നത്. അപ്പൊ സമദർശനത്തോടെ അവർ സമീപിക്കും. ശ്രീബുദ്ധന്റെ കഥയിൽ ഇങ്ങനെ പറയും, ഒരു ഗ്രാമത്തില് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ച് അവിടെ നിന്ന് ഓടിച്ചു. അടുത്ത ഗ്രാമത്തിൽ ചെന്നപ്പോഴേക്കും അവർ ഭയങ്കര നല്ല രീതിയിൽ സ്വീകരിച്ചു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സ്വീകരിച്ചു. അപ്പോ ആരോ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, മറ്റേ ഗ്രാമത്തിൽ അങ്ങയെ അപമാനിച്ചപ്പോൾ അങ്ങയ്ക്ക് വിഷമം തോന്നിയില്ലേ എന്ന് ചോദിച്ചു. ഇവിടത്തെ ഈ ആദരവൊക്കെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, കഴിഞ്ഞ ഗ്രാമത്തിൽ ഇങ്ങനെ കണ്ടമാനം അങ്ങയെ അപമാനിച്ചല്ലോ, അപ്പൊ അമ്മയ്ക്ക് വിഷമം തോന്നിയില്ലേ? അപ്പൊ പറഞ്ഞു, അത് ഞാൻ സ്വീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഞാൻ വേദനിക്കുക? ഞാനത് സ്വീകരിച്ചിട്ടില്ല. ഏത് സ്വീകരിച്ചിട്ടില്ല?
അവരെന്നെ അപമാനിച്ചത് ഞാൻ സ്വീകരിച്ചിട്ടില്ല. അതായത് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഒരാൾക്ക് അയച്ചാൽ, സ്വാമി എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഒരാൾക്ക് വിട്ടാൽ അയാളത് ഒപ്പിട്ട് മേടിച്ചാലേ അയാൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനോ ബാധിക്കാനോ വരുന്നുള്ളൂ. അയാൾ മേടിച്ചില്ലെങ്കിലോ തിരിച്ചാരുടെ അടുത്തേക്ക് ചെല്ലും? അത് സെന്ററുടെ അടുത്തേക്ക് ചെല്ലും. ആരാണോ അയച്ച അവിടത്തേക്ക് ചെല്ലും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളൊരാളെ തെറി പറഞ്ഞുകൊണ്ട് ലെറ്റർ എഴുതി, ഒരാളെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് മഹാമോശമാക്കി നമ്മൾ ഒരാൾക്കൊരു എഴുത്ത് എഴുതി എന്ന് വിചാരിക്കുക. ആ എഴുത്ത് അയാളത് സ്വീകരിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. തിരിച്ച് നമ്മുടെ കൈ വരും. നമ്മുടെ മനസ്സ് തന്നെ വിഷമമായിട്ടിരിക്കും. അയാൾക്കൊന്നും സംഭവിക്കില്ല. അയാൾ അറിയുന്ന പോലും ഇല്ല. അറിഞ്ഞാലല്ലേ ഉള്ളൂ. ആ ചീത്ത വാക്കുകൾ അയാൾ കണ്ടാലേ അയാൾക്ക് കുഴപ്പമുള്ളൂ. കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. അതുപോലെ അത് സ്വീകരിച്ചാലേ ഉള്ളൂ കുഴപ്പം. സ്വീകരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അവർ പറഞ്ഞോട്ടെ, ഞാനത് എടുക്കുന്നില്ല. നീ അവരെന്ത് വേണമെങ്കിൽ നിന്ദിച്ചോട്ടെ, ഞാനത് സ്വീകരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു വിടുമ്പോ അതവരെ ബാധിക്കുന്നില്ല. ഇനി അതിനെ നോക്കാം. സാധുബിഹി, അതായത് നല്ല ആൾക്കാരാൽ, വലിയവരാൽ, നല്ലവരാൽ, പൂജ്യമാനേസ്മിൻ, പൂജിക്കപ്പെടുമ്പോൾ, ആദരിക്കപ്പെടുമ്പോൾ, നല്ല മനുഷ്യരാൽ, നല്ല നല്ല ആൾക്കാരാൽ ആദരിക്കപ്പെടുമ്പോൾ, അതേപോലെ ദുർജനേഹി, ചീത്ത ആളുകളാൽ, ദുർജനേഹി പീഡ്യമാനേപി, അപമാനിക്കപ്പെടുമ്പോഴും, അപമാനിക്കപ്പെട്ടാലും, പീഡ്യമാനേപി, അപമാനിക്കപ്പെട്ടാലും, സമഭാവ, സമഭാവത്തിൽ, ഭവേദ് യസ്യ, ആർക്കാണോ സമഭാവത്തിൽ ഇരിക്കാൻ സാധിക്കുക, സഹ ജീവൻ മുക്ത ഇഷ്യത, അദ്ദേഹത്തെ ജീവൻ മുക്തൻ എന്ന് പറയുന്നു. നല്ലവരാൽ പൂജിക്കപ്പെടുമ്പോഴും ചീത്ത ആളുകളാൽ അപമാനിക്കപ്പെടുമ്പോഴും സമഭാവത്തിൽ ആർക്കാണോ ഇരിക്കാൻ സാധിക്കുന്നത് അവരെ ജീവൻ മുക്തൻ എന്ന് പറയുന്നു. അവരെ ജീവൻ മുക്തൻ എന്ന് വിളിക്കുന്നു. അതേസമയം ആധ്യാത്മിക പഠനത്തിന്റെ ആദ്യ സ്റ്റെപ്പുകളിൽ, ഇപ്പൊ നമ്മളൊക്കെ ആദ്യ സ്റ്റെപ്പുകളിൽ ഇരിക്കുന്നവരാണ്. ഇപ്പൊ നമുക്ക് ഭേദമുണ്ട്, ഭേദമില്ലാതെ പറ്റില്ല. ഇപ്പൊ ഗംഗയെയും നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള അഴുക്കുചാലിനെയും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റുമോ? അതൊരു സമഭാവത്തിൽ ഇപ്പൊ എടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. ആദ്യത്തെ സ്റ്റേജിൽ അതൊന്നും പറ്റില്ല. ഇപ്പൊ ഗംഗ തന്നെ, അഴുക്കുചാല് തന്നെ. വളരുന്ന സ്റ്റേജില്, പഠിക്കുന്ന സ്റ്റേജില് അതൊക്കെ ഭേദത്തോടു കൂടി തന്നെ വേണം. ഭേദത്തോടു കൂടി മനസ്സിലാക്കിയാലേ തിരിച്ച് നല്ലതും ചീത്തയും തിരിച്ചെടുത്ത് നല്ല വഴി കൂടി പോകാൻ പറ്റുള്ളൂ. ഗംഗയുടെ മഹത്വം അറിഞ്ഞാലല്ലേ ഗംഗയിൽ കുളിക്കുമ്പോൾ അതിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. ഗംഗയും അഴുക്കുചാലും ഒന്നാണെന്ന് ആദ്യത്തെ പഠിക്കുന്ന സമയത്ത് തന്നെ സമദർശിത്വം വെച്ചാൽ ശരിയാവുമോ? ശരിയാവില്ല. അപ്പൊ ഗംഗയുടെ മഹത്വം മനസ്സിലാവില്ല, അഴുക്കുചാലിന്റെ നീചത്വം മനസ്സിലാകത്തില്ല. നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നല്ല വഴിക്ക് പോയി ആത്മഭാവത്തിൽ എത്തുമ്പോഴാണ് എല്ലാം ഒന്ന് തന്നെ എന്നുള്ളത് മനസ്സിലാകും. അതുവരെ ദ്വൈതം എന്തിനാ? ദ്വൈതം വെച്ചിരിക്കുന്നത് എന്തിനാ ഭഗവാൻ ദ്വൈതം വെച്ച്? നല്ല വഴിയിൽ കൂടി സഞ്ചരിച്ച് മനസ്സിനെ നല്ല വഴിയിൽ കൂടി കൊണ്ടുവന്ന് മനസ്സിന്റെ നന്മയെ വളർത്തി, മനസ്സിന്റെ ഏകാഗ്രതയെ വളർത്തി, അങ്ങനെ നല്ല വളർച്ചയുണ്ടായ മനസ്സിൽ, നന്മ നിറഞ്ഞിരിക്കുന്ന മനസ്സിൽ കൂടി വേണം സമദർശിത്വം വരാൻ. അല്ലാതെ സമദർശിത്വം വരില്ല. അപ്പൊ അതിനാണ് ദ്വൈതം. ദ്വൈതം നന്മയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. ചീത്തപ്പുറ ഉണ്ട് എന്ന് കാണിച്ചു തന്ന്, അതിന്റെ തിക്ത ബലങ്ങളെ കാണിച്ചു തന്ന്, അതുകൊണ്ടുണ്ടാവുന്ന സങ്കടങ്ങളെ കാണിച്ചു തന്ന്, അതുകൊണ്ടുണ്ടാവുന്ന ദുഃഖങ്ങളെ കാണിച്ചു തന്ന്, നന്മയിലേക്ക് പോയാൽ എന്തുണ്ടാവും എന്ന് കാണിച്ചു തന്ന്, അങ്ങനെ രണ്ടിന്റെയും വ്യത്യാസത്തെ മനസ്സിലാക്കി ധർമ്മപരമായി ജീവിക്കുവാൻ പഠിപ്പിക്കാനാണ് ദ്വൈതം വെച്ചിരിക്കുന്നത്. ധർമ്മപരമായിട്ട് ജീവിക്കാനുള്ള പഠനമാണ് ദ്വൈതത്തിൽ കൂടെ നടക്കുക. ദ്വൈതം എന്ന് പറഞ്ഞാൽ ശരിക്കും സംസാരമാണ്, അല്ലെ? നമ്മൾ ജീവിക്കുന്ന സംസാരം ദ്വൈതമാണ്. അപ്പൊ അദ്വൈതം എന്താണ്? ദ്വൈതം മോക്ഷം. അദ്വൈതം എന്ന് പറഞ്ഞാൽ മോക്ഷം. എല്ലാം ഒന്ന്, രണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായി? അവിടെ മോക്ഷമായി. അദ്വൈതം മോക്ഷം. ജ്ഞാനി എന്ത് ചെയ്യും? ജ്ഞാനി രണ്ടിലും അജ്ഞാനം ഉണ്ട് എന്ന് സമമായി കാണും. ചീത്തയിലും അജ്ഞാനമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ ജ്ഞാനി അതിനെ കാണും. ആരംഭത്തിൽ ഗംഗ അഴുക്കുചാൽ, അതില്ലേ? അപ്പൊ രണ്ടിലും അജ്ഞാനമുണ്ട് എന്നുള്ള രീതിയിലാണ് ആര് കാണുക? ഇദ്ദേഹം കാണും. എന്നിട്ട് അതിനകത്ത് അതിനെ സമഭാവനയോട് കാണും. രണ്ടിലും അജ്ഞാനമുണ്ട്.
അതേസമയം രണ്ടിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന് സമമായി കാണും ആര്? മുക്തപുരുഷൻ. ഇങ്ങനെ ആചാര്യസ്വാമികള് ജീവ ഈശ്വര ഐക്യം അറിഞ്ഞ ഒരാൾ എങ്ങനെ സംസാരത്തിൽ ജീവിക്കും എന്ന് നമുക്ക് പറഞ്ഞു തന്നു. ആ 2-3 ശ്ലോകങ്ങളിൽ കൂടി പ്രധാനമായും സമഭാവത്തോടെ എങ്ങനെ ജീവിക്കും, എല്ലാവരോടും എല്ലാ സന്ദർഭങ്ങളിലും ഇഷ്ടം അനിഷ്ടം, ഭൂജിക്കുക നിന്ദിക്കുക, ജയം പരാജയം, മാനം അപമാനം, ഇതിനെയൊക്കെ മുക്തപുരുഷൻ ജീവൻ മുക്തൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും പറഞ്ഞു തന്നു 2-3 ശ്ലോകങ്ങളിൽ കൂടി. അപ്പോ ഇതൊക്കെ പതുക്കെ മെല്ലെ മെല്ലെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകവുമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോ 89 ശ്ലോകം നമുക്ക് കഴിഞ്ഞു. അടുത്തത് 90-ാമത്തെ ശ്ലോകമാണ്. നമ്മൾ 100 ശ്ലോകമാണ് നോക്കാൻ പോകുന്നത്. അടുത്തത് 90-ാമത്തെ ശ്ലോകം. അപ്പോ പഠിച്ച കാര്യങ്ങൾ, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറേശ്ശെയെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പതുക്കെ പതുക്കെ മുന്നോട്ട് പോകാൻ ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. 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 സായിരാം സർ. സായിരാം സർ. സായിരാം. സായിരാം. സായിരാം സായിരാം. സായിരാം സർ. സായിരാം. സായിരാം സർ. സായിരാം. സായിരാം.